വനം വകുപ്പിന്റെ സംസ്ഥാനത്തെ ആദ്യ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് കാടുകയറി നശിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ നിർമ്മിച്ച 14 ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റുകളിൽ ഒന്നായ കമ്പമട്ടിലെ ചെക്ക് പോസ്റ്റ് സമുച്ചയമാണ് കാടുകയറി നാശം നേരിടുന്നത്. ആഘോഷമായി ഉദ്ഘാടന പരിപാടിയൊക്കെ നടത്തിയെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥർ പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വനസംരക്ഷണം ഉറപ്പാക്കുക, കുറ്റകൃത്യങ്ങൾ തടയുക, വനത്തിലെ ഉൽപ്പന്നങ്ങളുടെ കള്ളക്കടത്ത് തടയുക, ടൂറിസ്റ്റുകൾക്ക് സഹായമൊരുക്കുക, വനവിഭവങ്ങളുടെ വിപണനത്തിനുള്ള സൗകര്യമൊരുക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ചെക്ക് പോസ്റ്റുകൾ നിർമ്മിച്ചത്. വനശ്രീ ഇക്കോ ഷോപ്പ്, വനസംരക്ഷണത്തിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള നോളജ് സെന്റർ, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് കമ്പമട്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ ഉദ്ഘാടന ശേഷം തുറന്നു പ്രവർത്തിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇത് പണിഞ്ഞത് ആദിവാസികളെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണിത്. അതിന് അവരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ ബാമ്പു ഉൽപ്പന്നങ്ങൾ ഇവിടെ ഷോറൂമിൽ ഇവരെ വിൽക്കും, ഇവിടെ വിൽപ്പന നടത്തും, വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇത് ഇവിടെ പണിയാനായിട്ട് വന്നത്. പണി തുടങ്ങിയതും അതെ, ലക്ഷങ്ങൾ മുടക്കിയായി പണിഞ്ഞത്. ഇപ്പം 3 വർഷമായി. കഴിഞ്ഞ 2 വർഷത്തെ മുമ്പുള്ള ഓണത്തിന് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഇവർ നമ്മളെ എല്ലാവരും ഈ ജനങ്ങളെയൊക്കെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അവസ്ഥ കാട് കയറി ഇത് ഇപ്പൊ ഈ കാണുന്ന അവസ്ഥയിലെത്തി നിൽക്കുക. വനശ്രീ ഇക്കോ ഷോപ്പുകൾ ആരംഭിക്കുന്നത് വഴി അതത് മേഖലയിലെ വനസംരക്ഷണ സമിതികളെ ശാക്തീകരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിർമ്മാണം. പഴയ ക്വാർട്ടേഴ്സ് ഇടിച്ചു നിരത്തിയാണ് ചെക്ക് പോസ്റ്റ് നിർമ്മിച്ചതും. എന്നാൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും സമുച്ചയം തുറന്നു കൊടുക്കുവാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. ഇതിലാണിപ്പോൾ പ്രതിഷേധവും ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.